നമ്മൾ പഠിച്ച് ഡോക്ടറായാലും എൻജിനീയർ ആയാലും പ്രൊഫസർ ആയാലും കളക്ടർ ആയാലും പൈലറ്റ് ആയാലും നമ്മൾ ആ പഠിച്ചതും പരിശീലിച്ചതുമൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റുമോ? ഇപ്പോൾ പീരഗഡിയിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിനകത്ത് 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡൽഹിയിലാണ്. ഇതിനകത്ത് സ്വയം പ്രഖ്യാപിത മന്ത്രവാദിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് സ്വദേശിയായിട്ടുള്ള കമറുദ്ദീൻ എന്ന ബാബ അഥവാ ലഡ്ഡു ബാബ. ഇങ്ങനെയൊക്കെയുള്ള കുരിഷ്ടുകൾക്ക് ഓരോ പേരുകൾ ഉണ്ടാവുമല്ലോ. ഡൽഹി പോലീസാണ് കാക്കായെ പൊക്കിയത്. മന്ത്രവാദത്തിന്റെ പേരിൽ വിഷം കലർത്തിയ ലഡ്ഡു നൽകി ആളുകളെ കൊലപ്പെടുത്തുന്നതാണ് ഇയാളുടെ രീതി എന്ന അന്വേഷണത്തിൽ വ്യക്തമായി. ഇപ്പോ റിസിൻ എന്ന് പറയുന്ന ദ്രാവകം ഡോക്ടർമാരാണ് ഉൽപ്പാദിപ്പിച്ചത്. എന്തിന്? കാഫിറുകളെ കൊല്ലാൻ. അവരെ ടെലഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി 72 ഡോക്ടർമാര് ചേർന്ന് 64 പേര് ചേർന്ന് 32 കാറുകളിൽ 32 സ്ഥലത്ത് ഈ 2 പേര് വീതം ചിതറിത്തെറിക്കാൻ തീരുമാനിച്ചതും ഡോക്ടർമാരായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഇവരിങ്ങനെ തീവ്രവാദിയായി പോകുന്നത് എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഇപ്പോ പീരഗഡി ഫ്ലൈ ഓവറിന് സമീപം കാറിനകത്ത് രൺധീർ 76 വയസ്സ്, നരേഷ് സിംഗ് 47 വയസ്സ്, ലക്ഷ്മി ദേവി 40 വയസ്സ്, ഈ 3 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മന്ത്രവാദ പൂജകൾക്കായിട്ട് ഇവരോടൊപ്പം കാറിൽ യാത്ര ചെയ്തിരുന്ന കമറുദ്ദീൻ വിഷം ചേർത്ത ലഡ്ഡു ഇവർക്ക് നൽകുകയായിരുന്നു. ഇത് കഴിച്ച ഉടനെ തന്നെ 3 പേര് മരിച്ചു. ഡൽഹിയിലെ 3 കൊലപാതകങ്ങൾക്ക് പുറമെ ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ 2ഉം രാജസ്ഥാനിലെ ധോൽപൂരിൽ 1ഉം കൊലപാതകങ്ങൾക്ക് ഇയാൾ സമാനമായ രീതിയിൽ നടത്തി എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതോടെ ഇയാൾ നടത്തിയ ആകെ കൊലപാതകങ്ങളുടെ എണ്ണം ഇപ്പോൾ കണ്ടതിൽ 6ആയി. എത്ര പേരെയാണ് ഇത് കണ്ടെത്താൻ സാധിക്കാത്ത രൂപത്തിൽ തെളിവുകളില്ലാതെ ഇയാൾ കൊന്നത് എന്ന് ഇനിയും അറിയണം. പോലീസ് അന്വേഷണം ദ്രുതഗതിയിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. തന്റെ പക്കൽ അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്നും ജീവിതത്തിലെ പ്രയാസങ്ങൾ മന്ത്രവാദം വഴി മാറ്റാമെന്നും വിശ്വസിപ്പിച്ചിട്ടാണ് കമറുദ്ദീൻ ഇരകളെ തേടിയെത്തിയിരുന്നത്. പൂജയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ലഡ്ഡുവും മറ്റു മധുര പലഹാരങ്ങളും ഇയാൾ ഇരകൾക്ക് നൽകുമായിരുന്നു. ഇതിനകത്ത് മാരകമായി വിഷം കലർത്തിയിട്ടുണ്ടാകും. മുമ്പ് മറ്റൊരു ബാബയും ഒരു നസ്രിൻ എന്ന് പറയുന്ന യുവതിയും ഇവിടെ പിടിക്കപ്പെട്ടത് ഓർമ്മയുണ്ടോ? അയാളുടെ ജോലിയും മതം മാറ്റമായിരുന്നു. നിൽക്കട്ടെ, ഞാൻ ഫിറോസാബാദിലെ ഒരു കൊലപാതക സ്ഥലത്ത് നിന്ന് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളും ലഡ്ഡുവിന്റെ അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കലായിരുന്നു ഇയാളുടെ ഉദ്ദേശം. പ്രതിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ഇരകളുണ്ടോ എന്ന് കണ്ടെത്താൻ ഡൽഹി പോലീസ്, UP, രാജസ്ഥാൻ പോലീസും ഒക്കെയായി സഹകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസ് പറയുന്നത്. നമ്മൾ UPയിലേക്കോ രാജസ്ഥാനിലേക്കോ ഡൽഹിയിലേക്കോ ഒന്നും നോക്കണ്ട. നമ്മുടെ നാട്ടിൽ 16 വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ച ഒരു സ്വാമിയെ കൊണ്ടുവരുന്ന വരവാണിത്. കാലൊന്നും കൊണ്ട് തറയിൽ ഉറയ്ക്കുന്നില്ല എന്ന് തോന്നുന്ന ആൾക്ക് ഇടികൊണ്ട് മുച്ചൂട് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ചൊരു മതത്തിനൊന്നുമില്ല. മതമാണ് ആളുകളെ ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഏറ്റവും നല്ല മാർഗം. ആത്മീയതയാകുമ്പോൾ എതിർ ചോദ്യങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് ഈ വിദ്വാൻമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ആളെ കണ്ടോ നിങ്ങൾ? മുമ്പ് സൈക്കിളിലെ അത്തറും മോതിരവും ഒക്കെ വിറ്റ് നടന്നിരുന്ന ആളാ. പിന്നീട് അയാളുടെ പേര് ജമാലുദ്ദീൻ എന്നാണ് ആളിൻ്റെ പേര്. പെട്ടെന്ന് ആള് ഒരു ചങ്കൂർ ബാബയൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറി. കാരണം ആളെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം മതമാണ് എന്ന് അവർക്ക് മനസ്സിലായി. സൈക്കിളിൽ മോതിരവും അത്തറും ഒക്കെ വിറ്റാൽ എത്ര കിട്ടാനാ? ഇന്ന് അയാളെ പിടിക്കുന്ന സമയത്ത് അയാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 106 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. ഒത്തിരി ഒന്നും ആയിട്ടില്ല കേട്ടോ. ഏതാനും ഒരു 4-5 മാസത്തിന് മുമ്പാണ് ഇവനെ പിടിക്കുന്നത്. 40 ബാങ്ക് അക്കൗണ്ടുകളിലാണ് ഇവന്റെ പണം സൂക്ഷിച്ചിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവന് പണം ഒഴുകിയെത്തുമായിരുന്നത്രേ. അങ്ങനെ
പിന്നെ ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്ന് മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരനായിട്ടുള്ള ജമാലുദ്ദീൻ എന്ന് പറയുന്ന ആളെ പിടിച്ചപ്പോൾ ആള് തന്നെ പറഞ്ഞു, ഞാൻ ജമാലുദ്ദീൻ അല്ല, ചങ്കൂർ ബാബ. UP പോലീസ് കൊണ്ടുപോയി, ഇതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് അവനെ ഒന്നുകിൽ മയ്യത്ത് കട്ടിലിൽ കുളിപ്പിച്ച് കിടത്തും, അതല്ലെങ്കിൽ ഒരു എൻകൗണ്ടർ, അതും അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഇനി ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാ, മനസ്സിലാക്കിയിരുന്നതാ. അപ്പോൾ ഉടനെ തന്നെ ഇവന്റെ അടുത്ത കൂട്ടാളിയായിട്ടുള്ള നീതു എന്ന പെണ്ണ് മതം മാറി നസ്രിനായി. ഈ പെണ്ണാണ് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടി, എനിക്ക് അങ്ങനെ കിട്ടി, എനിക്ക് അത് കിട്ടി, എനിക്ക് ഇത് കിട്ടി, മറ്റേത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ ആളുകളെ ഈ മതപരിവർത്തന റാക്കറ്റിലേക്ക് ഇവൾ കൊണ്ടുവന്നിരുന്നത്. ഇതിന് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് UP ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തു. ദരിദ്രരും നിസ്സഹായരും അതുപോലെ കടങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന, അന്നന്ന് തൊഴിലെടുത്ത് ജീവിച്ചിരുന്ന വളരെ ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ, വിധവകൾ, ഇവർക്കാണ് പണം നൽകി വിവാഹ വാഗ്ദാനമൊക്കെ നൽകി മതം മാറ്റിയിരുന്നത് ചങ്കൂർ ബാബ. അതിനാണ് ഇവന് പണം വന്നിരുന്നത്. അങ്ങനെ പിന്നീട് അവൻ നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചുമൊക്കെ ഇയാൾ ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ കൂടുതൽ കൂടുതൽ കൊണ്ടുവന്ന് തുടങ്ങി. പീർ ബാബ എന്നറിയപ്പെട്ടിരുന്ന ചങ്കൂർ ബാബയ്ക്കെതിരെ ED കേസ് രജിസ്റ്റർ ചെയ്തു. അടുത്ത കാലം വരെ സൈക്കിളിൽ മോതിരവും മാലയും അത്തറും ഒക്കെ വിറ്റാണ് ഇയാൾ നടന്നിരുന്നത് എന്ന് ആളുകൾ തന്നെ പറഞ്ഞു. പിന്നീട് എപ്പോഴോ അയാൾക്കൊരു അത്ഭുത സിദ്ധി കൈവന്നു എന്ന് പറഞ്ഞിട്ട് ഈ വേഷമൊക്കെ മാറി അയാൾ ഇരുന്നിട്ട് ആളെ പറ്റിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ അയാളുടെ അടുത്തേക്ക്, മതവും അന്ധവിശ്വാസവും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ വളരെ പെട്ടെന്നാണ് ജമാലുദ്ദീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അങ്ങോട്ട് മാറിയത്. അപ്പോൾ ED അന്വേഷിക്കുന്നു പണത്തിൻ്റെ സ്രോതസ്, പണം കൈമാറിയതിൻ്റെ ഉദ്ദേശം എന്താണ്, ആർക്കൊക്കെയാണ് ഇതുമായിട്ട് ബന്ധം. ഇതൊന്നും അത്ര വലിയ പുത്തരിയൊന്നുമല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആരും തിരിച്ച് പരാതിയൊന്നും പറയില്ലല്ലോ, ഞങ്ങൾ ഇത്രയും പണം ചിലവഴിച്ചു, ഞങ്ങൾക്കൊരു റിസൾട്ടും കിട്ടിയില്ല എന്നൊന്നും ആരും പറയത്തില്ലല്ലോ. ഇപ്പോൾ ദാണ്ട പോക്സോ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു ജോത്സ്യൻ മൂരാരി, എന്താണ് മൂരാരി തന്ത്രി, ഇയാളുടെ പേരെന്താ, രാജൻ ബാബു. അയാളുടെ തട്ടിപ്പ് രീതികൾ ഇപ്പോൾ പുറത്തു വരുന്നില്ലേ, റീൽസാണ് ഇയാളുടെ പ്രധാനപ്പെട്ട രീതി. മത ജാതിയൊക്കെ ഭേദമന്യേ എല്ലാവരുമായിട്ടും ഇയാൾ റീൽ എടുക്കും. ഇയാളുടെ പൂർവാശ്രമത്തിലെ ഓട്ടോ ഡ്രൈവർ ന്യൂജൻ തട്ടിപ്പുകാരനാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഇവൻ താരമായി മാറിയത്. ബാധ ഒഴിപ്പിക്കലിന് വേണ്ടിയിട്ട് തള്ളയ്ക്കൊപ്പം എത്തിയ 16-കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിലാണ് ഇവൻ കുരുങ്ങിയത്. കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിലാണ് ഇവൻ അറസ്റ്റിലാകുന്നത്. ജോത്സ്യൻ മുരാരി തന്ത്രി രാജൻ ബാബു ഓട്ടോക്കാരൻ. അപ്പോൾ ഇയാൾ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചൂരൽ കൊണ്ട് തല്ലിയ ശേഷം കിടന്നുറങ്ങുമ്പോൾ തളർന്ന് കിടന്നുറങ്ങുക വെച്ച് ആ സമയത്ത് പീഡനം നടത്തുക എന്നതാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. അങ്ങനെ ജ്യോതിശാലയത്തിലെ മുറിയിൽ ചുവരിലൊക്കെ ചോരപ്പാടുകൾ പോലീസ് കണ്ടെടുത്തു. ഇതിൻ്റെ സാമ്പിൾ ഫോറൻസിക് സംഘം സാമ്പിൾ ശേഖരിച്ച് കൊടുത്തിട്ടുണ്ട്. ഒളിവിൽ കഴിഞ്ഞ ഇയാളെ അങ്ങനെ ഭരണിക്കാവിലെ ലോഡ്ജിൽ നിന്ന് പുത്തൂർ പോലീസ് പിടികൂടുന്നു. ഇയാൾ നേരത്തെ പല പീഡന ശ്രമങ്ങളിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ ജോത്സ്യമാണ് ഇയാളുടെ ജോലിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ റീൽസുകൾ ഇട്ടിട്ടാണ് മുരാരി തന്ത്രി പ്രചാരം നേടിയത്. രാജൻ ബാബു എന്നാണ് യഥാർത്ഥ പേര്. പാട്ടും ഡാൻസുമാണ് പ്രിയം. അങ്ങനെ ഒരു ന്യൂജൻ ആൾദൈവം പോലെയാണ് ഇയാൾ വിലസിയിരുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് പലപ്പോഴും ഇരകളെ കണ്ടെത്തിയിരുന്നത്. 88 ലക്ഷത്തിലധികം ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ ഇയാളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 8 ലക്ഷമാണോ 88 ലക്ഷത്തിലും അധികം ചിലപ്പോൾ വ്യൂവേഴ്സ് ആയിരിക്കും, ഫോളോവേഴ്സ് ആയിരിക്കില്ല, എങ്ങനെ ആവട്ടെ. മാപ്പിളപ്പാട്ടാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. സോഷ്യൽ മീഡിയയിൽ ഇയാൾ ആക്റ്റീവാണ്. മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഇയാൾക്കുണ്ട്. അങ്ങനെ ചാനൽ ചർച്ചകളിൽ വരെ ഇയാൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. KSROയിലെ ശാസ്ത്രജ്ഞൻ വരെ ഇയാളുടെ അടുത്ത് വരാറുണ്ടെന്ന് ഇയാൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അവരൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് മിസൈലൊക്കെ വർഷിക്കാറുള്ളത് എന്നാണ് ഇയാൾ പറഞ്ഞത്. വിഗ്രഹം മോഷ്ടിച്ച കേസിലെ പ്രതിയെ പിന്നെ ഇയാൾ കണ്ടെത്തി എന്നൊക്കെയാണ് ഇയാൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞോന്നറിയില്ല. അങ്ങനെ വെണ്ടാറിലെ മുരാരി ജ്യോതിശാലയത്തിൽ കേരളത്തിൻ്റെ പുറത്തുനിന്നടക്കം ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ടായിരുന്നു. ആഡംബര ജീവിതമാണ് ഇയാളുടെ ലക്ഷ്യം. അങ്ങനെ ആഡംബര കാറുകൾ ഉൾപ്പെടെ ഉള്ള വ്യക്തിയാണ് ഇയാൾ. പിന്നെ ഇയാളുടെ ഫോണുകൾ, ഐഫോൺ മാത്രമേ ഇയാൾ ഉപയോഗിക്കൂ. അതിൻ്റെ വലിയൊരു ശേഖരമുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഇയാൾ വൻ തുക നിക്ഷേപിച്ചിട്ടുണ്ട്. ഓട്ടോ തൊഴിലാളിയായിരുന്ന രാജൻ ബാബു മുരാരി തന്ത്രി എന്ന സമ്പന്നനായിട്ടുള്ള ജോത്സ്യനായി വളർന്നത് ദുരൂഹമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. കടക്കലിലാണ് ആദ്യം ഇയാളുടെ ജ്യോതിശാലയം ഉണ്ടായിരുന്നത്. പല പ്രശ്നങ്ങളുടെയും പേരിൽ അത് പൂട്ടേണ്ടി വന്നു.
പിന്നീട് വെണ്ടാറിലും പിന്നീട് അരീക്കലിലെ വീട്ടിലേക്കുമൊക്കെ പ്രവർത്തനം മാറ്റി. അങ്ങനെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇയാളുടെ സിദ്ധി അറിഞ്ഞ് ആളുകൾ എത്തുമായിരുന്നു അത്രേ. പ്രദേശവാസികൾക്കൊന്നും നല്ല അഭിപ്രായമല്ല. ഇതിനിടയിൽ ഒമാനിൽ ജ്യോതിഷാലയം തുറന്ന് സുൽത്താൻ്റെ രോമം എന്തു പറയുക ഭേദമാക്കാൻ വേണ്ടിയിട്ട്, രോമരോഗം ഭേദമാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോയി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നിട്ട് ഇയാളുടെ ഗൾഫിലെ കേന്ദ്രങ്ങൾ പിന്നീട് പൂട്ടിയത്രേ. ഇത് കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മവുമായി ബന്ധപ്പെട്ട് പണവും സ്വർണവും ഇയാൾ അപഹരിച്ചു എന്ന പരാതി വരുന്നത്. അത് വിവാദമായതോടുകൂടി നഷ്ടപരിഹാരം കൊടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഒതുക്കി. വടക്കൻ ജില്ലയിലെ ഒരു വീട്ടിലെത്തി ബാധ ഒഴിപ്പിക്കുന്നതിനിടയിൽ അയാൾ കർമ്മം വഴിവിട്ടതോടുകൂടി അവിടെ നിന്നും അവർ ചളുക്കിയാണ് ആളെ വിട്ടത്. അപ്പോൾ എളുപ്പം ഇതൊക്കെയാണ് പണമുണ്ടാക്കാൻ, പേരുണ്ടാക്കാൻ, പ്രശസ്തി ഉണ്ടാക്കാൻ. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ, നമ്മൾക്ക് ഒരു ഇൻഫ്ലുവൻസറുടെ ഒരു പ്രതിച്ഛായ കിട്ടാൻ, ഫോളോവേഴ്സിനെ നേടാൻ, പണമുണ്ടാക്കാനൊക്കെ എളുപ്പം ഇതാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവുകയെ.